ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇഡ്ഡലി തട്ട് വെച്ച് നമ്മൾ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പം വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇഡ്ഡലി തട്ട്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ നമ്മൾ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ട് എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഭയങ്കര ഈസിയാണ്. കേക്കിൻ്റെ അതേ ഒരു രുചിയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുവാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. നമ്മൾ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വലിക്കുമ്പം നമുക്കത് തൊട്ട എൻ്റെ വീഡിയോയിലേക്ക് നേരെ പോകാം. വെറുതെ യൂട്യൂബിലൊക്കെ വന്ന് തമ്മിൽ കണ്ടെടുക്കുന്നതിലും എത്രയോ നല്ലതാണത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ പേര് ഹരി, യു ആർ വാച്ചിങ് പാരഡൈസ് ഓഫ് കുക്കിംഗ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇനി പോകാം. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സർ ജാർ എടുക്കുന്നുണ്ട്. അതിലേക്ക് കറക്റ്റ് ഒരു അരക്കപ്പ് പൗഡേർഡ് ഷുഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. പൗഡേർഡ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര പൊടിച്ചതാണ്. അതിലേക്ക് കറക്റ്റ് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് അളവൊക്കെയാണ് എടുക്കുന്നത്. കുറച്ച് ദിവസം കുറച്ച് പേര് എൻ്റെ അടുക്ക കംപ്ലയിൻറ്റ് ചെയ്തു കറക്റ്റ് അളവൊന്നുമല്ല എടുക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഒരു മെഷർമെൻറ്റ് കപ്പൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു താറാമുട്ടയോ കോഴിമുട്ടയോ ഒരു മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു കപ്പ് ആട്ടപ്പൊടിക്ക് ഒരു മുട്ട. അതിലേക്ക് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പരിവം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റഫായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലെന്ന് പറയുമ്പോൾ ഒരു 1/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയുള്ള ടെക്സ്ചർ എങ്ങനെയാണെന്ന് നോക്കാം. കറക്റ്റ് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇങ്ങനെ ഒരു മാവ് കിട്ടേണ്ടത്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് നമുക്കൊന്ന് അതിനോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്പൂൺ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്കൊരു ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഈ ബൗളിൽ. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 4-5 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് ഞാനിവിടെ ഒന്നും കൂടെ ആ ഒരു ബീറ്റർ വെച്ച് ഇളക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചോക്ലേറ്റ് ഒരു ഫ്ലേവറിൻ്റെ ഒരു മാവ് നമുക്ക് തയ്യാറാക്കണം. അതിനായി ഞാനിവിടെ ഒരു ചെറിയ കപ്പിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡർ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചതും ചേർക്കാം. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പൊടിച്ച് അരിപ്പയിലിട്ട് അരിക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തന്നെ ആദ്യം ചേർക്കരുത്, കുറച്ച് മാവ് നിങ്ങൾ ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനൊരു ചെറിയ ബൗൾ എടുത്തുകൊണ്ടാണ് കൊക്കോ പൗഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. നിങ്ങൾ ഇച്ചിരി കൂടെ വലിയ ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. നമുക്ക് ഇനി കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഗോതമ്പ് മാവും ഈ കൊക്കോ പൗഡറിൻ്റെ മിക്സർ ഏതൊരു സ്റ്റേജിലും ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം പാല് ചേർക്കുന്നു അത്രത്തോളം നല്ലതാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്തായിട്ടും കിട്ടും. അപ്പം നമുക്ക് ഈ കൊക്കോ പൗഡറിൻ്റെ ആ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് മാവും ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സറും വെച്ചാണ് നമ്മൾ ഈ ഒരു ഇഡ്ഡലി കേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇഡ്ഡലി തട്ട് 4 ഇഡ്ഡലിക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നാലും സാരമില്ല, നമുക്ക് ആ ഒരു ഇഡ്ഡലി തട്ടിൽ ഒരു കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഞാൻ ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത് ഈ ഒരു ഇഡ്ഡലി കേക്ക് വെന്ത് വരുമ്പം ഒട്ടിപ്പിടിക്കാതെ പറഞ്ഞു വരാനാണ്. ഇനി നമുക്ക് ആദ്യത്തെ ആ ഒരു ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ആദ്യം ചേർക്കരുത്, കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു ചോക്ലേറ്റ് മിക്സ്ചറും കുറച്ച് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കാം.
അപ്പോൾ 2 മിക്സർ നമ്മൾ ഈ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ചുകൂടി ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ചാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു ഇഡ്ഡലിയുടെ ആ ഒരു തട്ട് കവിഞ്ഞ് പോകരുത്. അതിനുശേഷം കുറച്ചുകൂടി ചോക്ലേറ്റ് മിക്സർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഡെക്കറേഷനാണ്. ഞാൻ ഇവിടെ ഒരു ടൂത്ത് പിക്കോ കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഈ ഡെക്കറേഷനിൽ ഭയങ്കര വീക്കായതുകൊണ്ട് എനിക്കിവിടെ ഞാൻ തന്നെ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഡിസൈൻ വരയ്ക്കുകയാണ്. നിങ്ങൾ ഈ ഡിസൈനിലൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണെങ്കിൽ നല്ല ഡിസൈൻ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ഡിസൈനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ആദ്യം ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് കൊക്കോ മിക്സർ ചേർത്ത് കൊടുക്കുക, പിന്നീട് ഗോതമ്പ് പൊടി, പിന്നീട് കൊക്കോ പൗഡർ. അങ്ങനൊരു രീതിയിലായിരിക്കണം നിങ്ങൾ ഈ ഒരു ഇഡ്ഡലി കേക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ 4 ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചാൽ മാത്രം മതി. അതിനായി ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ടെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അതിലോട്ട് നമ്മുടെ ഈ ഒരു ഇഡ്ഡലിയുടെ തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു മൂടി വെച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഏകദേശം ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 15-17 മിനിറ്റ് കഴിയുമ്പം നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ കറക്റ്റ് ഒരു 17 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തോന്നറിയാൻ വേണ്ടി നമുക്കൊരു നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ കറക്റ്റ് ഏകദേശം വെന്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കൂടുതൽ വെന്ത് പോയാൽ കരിഞ്ഞു പോയാലോ എന്ന് പേടിച്ചാണ് ഞാൻ ഇപ്പോഴേ എടുത്തത്. അപ്പം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ടെക്സ്ചറൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൊങ്ങിയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇഡ്ഡലി കേക്ക് നമുക്കൊന്ന് കറക്റ്റായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നാണ് എൻ്റെ പേടി. അപ്പോൾ ഒന്നെങ്കിൽ കരിഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെന്ത് കാണത്തില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. നമുക്ക് എന്തായാലും ഒന്ന് സ്പൂൺ വെച്ചെടുത്ത് നോക്കാം. ദൈവമേ, പറഞ്ഞു വരണേ. കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടിയിലത്തെ പോർഷൻ എന്തായാലും നോക്കാം. കറക്റ്റ് ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ കരിഞ്ഞു പോകേണ്ടതാണ്. ഇപ്രാവശ്യം എന്തോ അങ്ങനെ കരിഞ്ഞു പോയിട്ടില്ല. കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അകത്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ളതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. നമുക്കിനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഈ 4 ഇഡ്ഡലിയും ആ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ഒരു കേക്കിൻ്റെ ഇഡ്ഡലിയായിട്ട് യാതൊരു ബന്ധമില്ല. കേക്കിൻ്റെ ആ ഒരു മണമാണ് ഇപ്പം ഭയങ്കരമായിട്ട് അടിക്കുന്നത്. നമുക്കിനി ഒന്ന് കൈ വെച്ചൊന്ന് മുറിച്ച് നോക്കാം. കറക്റ്റ് ആ ഒരു നിങ്ങൾ കടയിൽ മേടിക്കുന്ന ആ കേക്കിൻ്റെ, അതായത് ആ ഒരു കേക്കിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസും ആ ഒരു ടെക്സ്ചറും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ഓവൻലെസ് കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറാണ് നമുക്ക് ഈ ഇഡ്ഡലി കേക്കിലും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ ഒത്തിരി പൗഡർ ഷുഗർ ചേർത്ത് കൊടുക്കുന്നത് ഭയങ്കര മധുരവും കൂടെ ആയിരിക്കും. നിങ്ങൾക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കുക. കൊച്ചുപിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.